കാട്ടാക്കട പോക്സോ കോടതിയിലെ തീപിടുത്തം അട്ടിമറി തന്നെയെന്ന സംശയം ബലപ്പെടുന്നു. വെടിമരുന്നിന്റെ സാന്നിധ്യം സംശയിച്ച് പോലീസ് വെടിമരുന്ന് പോലുള്ള വസ്തു കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനാ ഫലം നിർണായകമായി. ഫയർഫോഴ്സ് എത്തിയ ശേഷമാണ് തൊണ്ടി മുതൽ മുറി തുറന്നത്. അട്ടിമറിയാണെങ്കിൽ സ്ഫോടക വസ്തു എങ്ങനെ ഉള്ളിലെത്തിച്ചു എന്നുള്ള കാര്യത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. വി അരുൺ വിവരങ്ങൾ നൽകും. അരുൺ, നേരത്തെ തന്നെ പോലീസിന് ഇത്തരമൊരു സംശയമുണ്ടായിരുന്നു. ഈ സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം അത് സ്ഥിരീകരിച്ചോ? സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യമാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. അത് കൃത്യമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധന ഫലം വരണം. ഈ കോടതിയിലെ തൊണ്ടി മുതൽ റൂം അത് തുറന്നിട്ടില്ലായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീപിടുത്തം ഉണ്ടായി വിവരം അറിഞ്ഞെത്തിയ ശേഷമാണ് തുറന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തു ഉള്ളിൽ കടത്തിയ കാര്യമാണ് പോലീസിനെ അന്വേഷണത്തെ കുഴക്കുന്നത്. ഈ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണോ സ്ഫോടനമെന്ന സംശയവും പോലീസിലുണ്ട്. പക്ഷേ ആദ്യം വേണ്ടത് ഈ സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കണമെന്നുള്ളതാണ്. ചാരം പോലത്തെ വസ്തു അത് സ്ഫോടക വസ്തുവുമായി സാമ്യമുണ്ട് എന്നാണ് പോലീസ് ഫോറൻസിക് സംഘം ഇപ്പോൾ പറയുന്നത്. നാളെയോ മറ്റന്നാളോ ഈ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനാ ഫലം ലഭിക്കുക. അതിനുശേഷമാകും ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവുക. ഏതായാലും അട്ടിമറി സാധ്യത തന്നെയാണ് പോലീസ് തുടക്കം മുതലിൽ സംശയിക്കുന്നത്. കാരണം തൊണ്ടി മുതൽ സൂക്ഷിച്ചിരുന്ന മുറിയാണ്. അവിടെ മുറിയിൽ മാത്രമാണ് തീപിടുത്തം ഉണ്ടായത്. അതാണ് ഇത്തരം ഒരു സംശയത്തിന് ബലം നൽകുന്നത്. പക്ഷേ ആരെങ്കിലും അകത്തേക്ക് പോയതിനോ പുറത്തേക്ക് ഇറങ്ങിയതിനോ തെളിവുകൾ ഇതുവരെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ലഭിച്ചിട്ടില്ല. എങ്ങനെയാണത് സംഭവിച്ചത് കാര്യം ഫോറൻസിക് പരിശോധന ഫലം വന്നാൽ മാത്രമേ വ്യക്തമാകൂ. ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് കാട്ടാക്കട പോക്സോ കോടതി, ഒരു സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കോടതിയാണ്. 2ാം നിലയിൽ കോർട്ട് ഹാളും 3ാം നിലയിൽ ഓഫീസും അതുപോലെ ഈ തൊണ്ടിമുതൽ മുറിയുമാണ്. അതിൽ 3ാം നിലയിലുള്ള തൊണ്ടിമുതൽ മുറിയിലാണ് തീപിടുത്തം ഉണ്ടായത്. പോലീസ് അവിടെ ഒരു അട്ടിമറി സാധ്യത ബലപ്പെടുന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്. സ്ഫോടക വസ്തുവിന് സാന്നിധ്യം സ്ഥിരീകരിക്കണമെങ്കിൽ ഫോറൻസിക് പരിശോധനാ ഫലം വരും. പക്ഷേ സ്ഫോടക വസ്തുവിന് സമാനമായിട്ടുള്ള വസ്തുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത്.